ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ +1 ഒന്നാമത്തെ പാഠമായ സെറ്റ്സ് എന്ന പാഠമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കുറച്ച് ഒബ്ജക്ട്സിന്റെ കളക്ഷനെ നമ്മൾ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ബ്രേസസിന്റെ ഉള്ളിലാക്കി എഴുതുന്നതിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്: വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. നമുക്കറിയാം, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസുകൾ ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. ഇവയാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസ് എന്ന് പറയുന്നത്. ഇവയെ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ബ്രേസസിന്റെ ഉള്ളിലാക്കി എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്? ഒരു സെറ്റായി. സെറ്റുകളെ എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് സൂചിപ്പിക്കുക. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ട് സൂചിപ്പിക്കാം. ക്യാപിറ്റൽ ലെറ്റർ എ ഈക്വൽ ടു സെറ്റ് എ, ഇ, ഐ, ഒ, യു. അടുത്ത എക്സാമ്പിൾ: നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എണ്ണൽ സംഖ്യകൾ. ഏതൊക്കെയാണ് എണ്ണൽ സംഖ്യകൾ? 1, 2, 3, 4, 5, 6, 7 എക്സെട്ര. ഇവയാണ് എണ്ണൽ സംഖ്യകൾ. 5ൽ കുറഞ്ഞ എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 2, 3, 4. ഇങ്ങനെ 1, 2, 3, 4 എന്നീ സംഖ്യകളെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ബ്രേസസിന്റെ ഉള്ളിലാക്കിയപ്പോൾ അതെന്തായി? ഒരു സെറ്റായി. ഇനി നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ബി കൊണ്ട് ഇതിനെ സൂചിപ്പിക്കാം. ക്യാപിറ്റൽ ലെറ്റർ ബി ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4. ഇങ്ങനെയാണ് ഒരു സെറ്റ് എഴുതുന്നത്. ഇനി ബിലോങ്സ് ടു എന്നാണ് ഈ ചിഹ്നത്തിനെ പറയുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ എന്ന സെറ്റിലുള്ള എലമെന്റ്സുകൾ എ, ഇ, ഐ, ഒ, യു ഇവയെ നമ്മൾ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. ബി എന്ന സെറ്റിലെ എലമെന്റ്സ് അപ്പോൾ ഏതൊക്കെയാണ്? 1, 2, 3, 4 എന്നിവയാണ്. അപ്പോൾ എ എന്ന സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ ബിലോങ്സ് ടു വെച്ചാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇ എന്ന സ്മോൾ ലെറ്റർ ഇ നമ്മുടെ എ എന്ന സെറ്റിലുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? സ്മോൾ ലെറ്റർ ഇ ബിലോങ്സ് ടു എ. ഈ സ്മോൾ ലെറ്റർ ഇ എന്ന എലമെന്റ് എ എന്ന സെറ്റിലുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി ഇതുപോലെ 2 ബിലോങ്സ് ടു ബി. എന്താണ് ഇതിന്റെ അർത്ഥം? 2 എന്ന എലമെന്റ് ബി എന്ന സെറ്റിലുണ്ട്. ഇനി 5 നോട്ട് ബിലോങ്സ് ടു ബി. അതായത് 5 എന്ന സംഖ്യ അഥവാ എലമെന്റ് ബി എന്ന സെറ്റിലില്ല. ഇനി എൽ നോട്ട് ബിലോങ്സ് ടു എ. എന്താണ് ഇതിന്റെ അർത്ഥം? എൽ എന്ന സ്മോൾ ലെറ്റർ എ എന്ന സെറ്റിലില്ല. ഇതാണ് ബിലോങ്സ് ടു ആൻഡ് നോട്ട് ബിലോങ്സ് ടു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ്. റോസ്റ്റർ ഓർ ടാബുലർ ഫോം, സെറ്റ് ബിൽഡർ ഫോം എന്നീ രണ്ട് തരത്തിൽ നമുക്ക് സെറ്റ്സുകളെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. റോസ്റ്റർ ഓർ ടാബുലർ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഓൾ ദ എലമെന്റ്സ് ഓഫ് എ സെറ്റ് ആർ ലിസ്റ്റഡ്. ദ എലമെന്റ്സ് ആർ ബീയിങ് സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ ദ ബ്രേസസ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബ്രേസസ് ഇട്ട് എലമെന്റ്സിനെ കോമാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്ന മെത്തേഡാണ് റോസ്റ്റർ ഓർ ടാബുലർ ഫോം എന്ന് പറയുന്നത്. അടുത്തതായി സെറ്റ് ബിൽഡർ ഫോം. ആർ ദ എലമെന്റ്സ് ഓഫ് എ സെറ്റ് possess a single common property which is not possessed by any element outside the set. നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. അതുപോലെ വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇതുപോലെ സെന്റൻസിൽ ഒരു പ്രത്യേക ഫോർമാറ്റിൽ എഴുതുന്നതിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. നേരത്തെ എക്സാമ്പിൾ തന്നെ എങ്ങനെയാണ് റോസ്റ്ററും സെറ്റ് ബിൽഡർ ഫോമിലും എഴുതുന്നതെന്ന് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ആദ്യം തന്നെ ഇതിന്റെ റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ എങ്ങനെ എഴുതാം നോക്കാം. ആദ്യം തന്നെ നമ്മൾ ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വോവൽസുകൾ ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അടുത്തത് ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെയാണ് എഴുതുക നോക്കാം. സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോൾ അവിടെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആദ്യം തന്നെ ഒരു ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം എക്സ്, അതായത് സ്മോൾ ലെറ്റർ എക്സ് എഴുതുന്നു. സച്ച് ദാറ്റ് രണ്ട് കുത്തിടുന്നു. എക്സ് ഈസ് എ. ഇത്രയും കാര്യങ്ങൾ എല്ലാ സെറ്റ് ബിൽഡർ ഫോമിന്റെയും ഫോർമാറ്റ് ആണ്. ഇനി എക്സ് ഈസ് എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് എഴുതുന്നത് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്.
ഇങ്ങനെയാണ് ഒരു സെറ്റിന്റെ റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും എഴുതുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്ത എക്സാമ്പിൾ എന്തായിരുന്നു? നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. 5 താഴെയുള്ള എണ്ണൽ സംഖ്യകൾ. ഇതിന്റെ റോസ്റ്റർ ഫോമാണ് ആദ്യം എഴുതുന്നത്. റോസ്റ്റർ ഫോം നമ്മൾ നേരത്തെ എഴുതിയതാണ്. ആദ്യം തന്നെ ഒരു ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. 5 താഴെയുള്ള എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 2, 3, 4. ഇത്രയുള്ള റോസ്റ്റർ ഫോം. അടുത്തതായിട്ട് നമുക്ക് എഴുതേണ്ടത് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ആദ്യം തന്നെ ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു, സ്മോൾ ലെറ്റർ എക്സ് എഴുതുന്നു, സച്ച് ദാറ്റ് 2 കുത്തിടുന്നു, എക്സ് ഈസ് എ. അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ളത് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. ഇങ്ങനെയാണ് സെറ്റുകളുടെ റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും എഴുതുന്നത്. അടുത്തതായി ടൈപ്സ് ഓഫ് സെറ്റ്സ്. 3 ടൈപ്പ് ഓഫ് സെറ്റുകളാണ് ഉള്ളത്. എം ടി സെറ്റ്, ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്. എം ടി സെറ്റിന്റെ മറ്റു പേരുകളാണ് നൾ സെറ്റും വോയിഡ് സെറ്റും. എന്താണ് എം ടി സെറ്റ് എന്ന് പറയുന്നത്? എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെന്റ്. ഒരു എലമെന്റും ഇല്ലാത്ത സെറ്റുകളെയാണ് നമ്മൾ എം ടി സെറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എങ്ങനെയാ സൂചിപ്പിക്കുക? ഒരു ബ്രേസസ് ഇടുന്നു, മറ്റൊരു ബ്രേസസ് ഇടുന്നു, ഇതിന്റെ ഉള്ളിൽ എം ടി ആയിരിക്കും, അതായത് ഒരു എലമെന്റ്സ് ഉണ്ടാവില്ല. ഈ രീതിയിൽ നമുക്ക് എം ടി സെറ്റിനെ സൂചിപ്പിക്കാം. അല്ലെങ്കിൽ ഫൈ എന്ന ചിഹ്നം ഉപയോഗിച്ചും എം ടി സെറ്റിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തത് ഫൈനൈറ്റ് സെറ്റ്. എ സെറ്റ് വിച്ച് ഈസ് എം ടി ഓർ കൺസിസ്റ്റ് ഓഫ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. കറക്റ്റ് എണ്ണാൻ കഴിയുന്ന തരത്തിൽ എലമെന്റ്സ് ഉള്ള സെറ്റുകളെയാണ് നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 എക്സാമ്പിൾസും എന്താണ്? ഫൈനൈറ്റ് സെറ്റുകളാണ്. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഒന്നാമത് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. എ, ഇ, ഐ, ഒ, യു. ഇതിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5. 5 എലമെന്റ്സ് ആണ് ഉള്ളത്. അതായത് നമുക്ക് എണ്ണാൻ കഴിയുന്ന അത്ര എലമെന്റ്സ് ആണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. ഏതൊക്കെയാണ്? 1, 2, 3, 4. ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4. 4 എലമെന്റ്സ് ഉണ്ട്. അതായത് ഈ 2 സെറ്റുകളിലും നമുക്ക് എണ്ണാൻ കഴിയുന്ന എലമെന്റ്സുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നു. മൂന്നാമത്തത് ഇൻഫൈനൈറ്റ് സെറ്റ്. എ സെറ്റ് വിച്ച് കൺസിസ്റ്റ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. ഇൻഫൈനൈറ്റ് അതായത് നമുക്ക് എണ്ണാൻ കഴിയാത്ത അത്ര എലമെന്റ്സ് ഉള്ള സെറ്റുകളെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇൻഫൈനൈറ്റ് സെറ്റിന് നമുക്ക് എക്സാമ്പിൾസ് ഏതാണ് പറയുക? ജസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റുകളെ നമുക്ക് ഇൻഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. എങ്ങനെ എഴുതാം? 1, 2, 3, 4, 5 എക്സെട്ര. അങ്ങനെ എണ്ണൽ സംഖ്യകൾ അങ്ങനെ പോകും. അപ്പൊ നമുക്ക് എണ്ണാൻ കഴിയില്ല, എത്ര എലമെന്റ്സ് ഉണ്ട് ആ സെറ്റിൽ എന്ന് നമുക്ക് എണ്ണാൻ കഴിയില്ല. അങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അടുത്തതായി മറ്റ് ചില ടൈപ്സ് ഓഫ് സെറ്റ്സുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തത് ഈക്വൽ സെറ്റ്സ്. 2 sets are said to be equal if they have exactly the same elements. 2 സെറ്റുകളെ നമ്മൾ ഈക്വൽ എന്ന് പറയണമെങ്കിൽ അവയ്ക്ക് എക്സാക്ട്ലി സെയിം എലമെന്റ്സ് ആയിരിക്കണം. എക്സാമ്പിൾ, ഞാൻ എ എന്നൊരു സെറ്റ് എഴുതുകയാണ്. 1, 2, 3, 4. ഇനി ബി എന്ന മറ്റൊരു സെറ്റ് എഴുതുന്നു. 4, 3, 1, 2. ഇവ രണ്ടും ഈക്വൽ സെറ്റ്സ് ആണോ? ഇവിടെ ഏതൊക്കെയാണ് എലമെന്റ്സ്? 1, 2, 3, 4. ഇവിടെയോ 1, 2, 3, 4. അതായത് എ എന്ന സെറ്റിലെയും ബി എന്ന സെറ്റിലെയും എലമെന്റ്സുകൾ സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എയും ബിയും ഈക്വൽ സെറ്റ്സ് ആണെന്ന് പറയാം. ഇങ്ങനെയാണ് ഈക്വൽ സെറ്റ്സുകളെ കണ്ടുപിടിക്കുന്നത്. അടുത്തത് സബ്സെറ്റ്സ്. എ സെറ്റ് ഈസ് സെഡ് ടു ബി എ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ബി if every element of A is also an element of B. അതായത് നമുക്ക് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ബി ഈക്വൽ ടു സെറ്റ് 1, 2, 3. ഇനി ഞാൻ എ എന്നൊരു സെറ്റ് എഴുതുകയാണ്. എ ഈക്വൽ ടു സെറ്റ് 1, 2. ഇവിടെ ബിന്റെ ഒരു സബ്സെറ്റ് ആണോ എ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിൽ ഉണ്ടാവും. എയിൽ ഏതൊക്കെ എലമെന്റ്സ് ഉള്ളത്? 1, 2. അത് ബിയിലുണ്ടോ? ഉണ്ട്, 1, 2 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? A is a subset of B. അതിനെ നമുക്ക് സിമ്പിൾ ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ A സബ്സെറ്റ് B.
ഇനി എ ബിന്റെ സബ്സെറ്റ് അല്ലെങ്കിലോ ഒരു വര ഇട്ട് കൊടുത്താൽ എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് എഴുതാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബിന്റെ എല്ലാ സബ്സെറ്റുകളും ഒന്ന് എഴുതി വെക്കാലോ. ബി ഈക്വൽ ടു സെറ്റ് 1, 2, 3. ബിന്റെ എല്ലാ സബ്സെറ്റുകളും നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം തന്നെ ബിന്റെ സബ്സെറ്റ് ആണ് 5, അതായത് എം ടി സെറ്റ്. ഏതൊരു സെറ്റിന്റെയും ആദ്യത്തെ സബ്സെറ്റ് 5 ആയിരിക്കും. ഇനി രണ്ടാമത്തെ സബ്സെറ്റ് 1, അതുപോലെ സെറ്റ് 2, സെറ്റ് 3. ഇനി നമുക്ക് രണ്ടും കൂടെ പെയർ ചെയ്തു. സെറ്റ് 1, 2, സെറ്റ് 1, 3, സെറ്റ് 2, 3, സെറ്റ് 1, 2, 3. ഇവയാണ് ബിന്റെ സബ്സെറ്റുകൾ. ആദ്യം നമ്മൾ എം ടി സെറ്റ് എഴുതുന്നു, പിന്നെ 1നെ മാത്രമാക്കി ഒരു സെറ്റിൽ എഴുതുന്നു, 2നെ മാത്രമാക്കി ഒരു സെറ്റിൽ എഴുതുന്നു, 3നെ മാത്രമാക്കി ഒരു സെറ്റിൽ എഴുതുന്നു. ഇനി 1ഉം 2ഉം കൂട്ടി ഒരു സെറ്റിൽ എഴുതുന്നു, 1ഉം 3ഉം കൂട്ടി ഒരു സെറ്റിൽ എഴുതുന്നു, 2ഉം 3ഉം കൂട്ടി ഒരു സെറ്റിൽ എഴുതുന്നു. അതിനുശേഷം 1, 2, 3 മൂന്ന് എലമെന്റ്സും കൂട്ടി ഒരു സെറ്റിൽ എഴുതും. ഇത്രയും സബ്സെറ്റുകൾ ബി എന്ന ഈ സെറ്റിനുണ്ട്. ഇതിൽ ഏത് വന്നാലും എന്താണ്? അതെല്ലാം ബിന്റെ സബ്സെറ്റുകളാണ്. അടുത്തതായി പവർ സെറ്റ്. എന്താണ് പവർ സെറ്റ് എന്ന് പറയുന്നത്? ദ കളക്ഷൻ ഓഫ് ആൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് എ ഈസ് കോൾഡ് ദ പവർ സെറ്റ് ഓഫ് എ. ഇവിടെ ബിന്റെ സബ്സെറ്റുകളുടെ കളക്ഷൻ ആണ് ഇവ. ഇവയെല്ലാം കൂടെ നമ്മൾ മറ്റൊരു ബ്രേസിന്റെ ഉള്ളിലാക്കിയിട്ട് ഒരു സെറ്റ് പോലെ എഴുതുകയാണെങ്കിൽ ഇവയാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതെന്താണ്? ബിന്റെ പവർ സെറ്റ് ആണ്. അതിനെ നമ്മൾ പി ഓഫ് ബി, അതായത് പവർ സെറ്റ് ഓഫ് ബി എന്നാണ് സൂചിപ്പിക്കുന്നത്. നാലാമത്തത് യൂണിവേഴ്സൽ സെറ്റ്. ദ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ആൾ എലമെന്റ്സ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ സബ്ജക്ട്. അതായത് എല്ലാ എലമെന്റ്സും അടങ്ങിയ സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ എക്സാമ്പിൾ യൂണിവേഴ്സൽ സെറ്റ് ഏതാണ്? നമ്മുടെ ബി ആണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സബ്സെറ്റിലെ എല്ലാ എലമെന്റ്സും അടങ്ങിയ സെറ്റ് ഏതാണ്? ബി ആണ്. അതുകൊണ്ടാണ് ബി യൂണിവേഴ്സൽ സെറ്റ് എന്നറിയപ്പെടുന്നത്. അടുത്തതായി വെൻ ഡയഗ്രാംസ്. സെറ്റിന്റെ രണ്ട് തരത്തിലുള്ള റെപ്രസെന്റേഷൻ നമ്മൾ മുൻപേ പഠിച്ചു. റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും. അതുപോലെയുള്ള സെറ്റിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അടുത്തതായി വെൻ ഡയഗ്രാംസ്. എന്താണ് വെൻ ഡയഗ്രാംസ്? ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ്. സെറ്റ്സിന്റെ രണ്ട് റെപ്രസെന്റേഷൻ മുൻപേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും. അതുപോലെ ഗ്രാഫിക്കലി സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് വെൻ ഡയഗ്രാംസ്. എങ്ങനെയാണ് വെൻ ഡയഗ്രാംസ് വരയ്ക്കുന്നത്? നമുക്കൊരു സെറ്റ് എഴുതാം. നമ്മൾ നേരത്തെ എഴുതിയ സെറ്റ് ബി ഈക്വൽ ടു സെറ്റ് 1, 2, 3. നമുക്കറിയാം ബി എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഇനി ബിന്റെ കുറെ സബ്സെറ്റുകൾ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ബിന്റെ ഒരു സബ്സെറ്റ് എഴുതാം. എ ഈക്വൽ ടു 1, 2. ഇത് ബിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു സ്ക്വയർ വരയ്ക്കാം. ഈ സ്ക്വയർ ആണ് യൂണിവേഴ്സൽ സെറ്റ്. അതായത് ഈ സ്ക്വയറിന്റെ ഉള്ളിൽ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെന്റ്സും ഉണ്ടാവും. 1, 2, 3. ഇനി നമുക്ക് സെറ്റ് എയിനെ, അതായത് ബിന്റെ ഒരു സബ്സെറ്റ് ആയ എയിനെ നമുക്ക് ഇതിൽ എങ്ങനെ സൂചിപ്പിക്കാം? എയിലെ എലമെന്റ്സ് 1ഉം 2ഉം. ഈ 1ഉം 2ഉം മാത്രം ഉപയോഗിച്ച് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് എ എന്ന് പറയുന്ന സബ്സെറ്റ്. ഇനി സി എന്നൊരു സബ്സെറ്റ് ഉണ്ട്. ഏതാണ്? 3. അപ്പൊ നമുക്ക് സീനെ എങ്ങനെ സൂചിപ്പിക്കാം? 3-ൽ ഒരു സർക്കിൾ വരച്ചുകൊണ്ട് സൂചിപ്പിക്കാം. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. സ്ക്വയർ ആണ് അഥവാ ചതുരമാണ്. എ എന്ന സബ്സെറ്റ് 1, 2, സി എന്ന സബ്സെറ്റ് 3. ഇനി മറ്റൊരു സബ്സെറ്റ് ആണ് ഡി. ഡിയിലെ സബ്സെറ്റിലെ എലമെന്റ്സുകൾ 2ഉം 3ഉം ആണെന്ന് വെക്കാം. ഡിനെ നമുക്ക് ഇതിൽ എങ്ങനെ സൂചിപ്പിക്കാം? 2ഉം 3ഉം വെച്ച് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഇതാണ് ഡി. ഇങ്ങനെയാണ് വെൻ ഡയഗ്രാമിൽ സെറ്റ്സുകളെ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തതായി സെറ്റ്സുകളിൽ വരുന്ന ഓപ്പറേഷൻസുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഓപ്പറേഷൻ യൂണിയൻ ഓഫ് സെറ്റ്സ്. ദ യൂണിയൻ ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി ഇസ് ദ സെറ്റ് which consists of all elements of A and all elements of B, the common elements being taken only once. അതായത് എ എന്നൊരു സെറ്റ് ഉണ്ട്.
സെറ്റ് 1 2 3 4. ഇനി പി എന്ന മറ്റൊരു സെറ്റ് ഉണ്ട് 4 5 6 7. ഇനി എയുടെയും ബിയുടെയും യൂണിയൻ കാണാൻ പറഞ്ഞാൽ എങ്ങനെയാ എഴുതുക? എ യൂണിയൻ, യു എന്ന ലെറ്റർ കൊണ്ടാണ് യൂണിയനെ സൂചിപ്പിക്കുക. എ യൂണിയൻ ബി ഈക്വൽ ടു എങ്ങനെയാണ് എഴുതുന്നത്? എയിലെ എലമെന്റ്സും ബിയിലെ എലമെന്റ്സും കൂട്ടി എഴുതാം. എയിലും ബിയിലും കോമൺ ആയി വരുന്ന വല്ല എലമെന്റ്സും ഉണ്ടെങ്കിൽ അവ ഒരു തവണ മാത്രം എഴുതാം. ആദ്യം എയിലെ എലമെന്റ്സ് എഴുതുന്നു. 1 2 3 4. ഇനി ബിയിലെ എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? 4 5 6 7. 4 നമ്മൾ ഓൾറെഡി എഴുതിയത് കൊണ്ട് വീണ്ടും എഴുതണ്ട. 5 6 7. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ്? 1 2 3 4 5 6 7. അതായത് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എയിലെയും ബിയിലെയും എലമെന്റ്സുകൾ മുഴുവനായി എടുത്ത് എഴുതുന്നതാണ് എ യൂണിയൻ ബി. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് യൂണിയൻ. ഓപ്പറേഷൻ ഓഫ് യൂണിയന് ചില പ്രോപ്പർട്ടീസുകൾ ഉണ്ട്. അവ കമ്മ്യൂട്ടേറ്റീവ് ലോ എ യൂണിയൻ ബി എന്നതാണ് ബി യൂണിയൻ എ. അസോസിയേറ്റീവ് ലോ എന്നത് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എ യൂണിയൻ ബി യൂണിയൻ സി ആണ്. മൂന്നാമതായിട്ട് ലോ ഓഫ് ഐഡന്റിറ്റി എലമെന്റ് എ യൂണിയൻ ഫൈ എന്നത് എ ആണ്. നമുക്കറിയാം എ എന്ന സെറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് 1 2 3 4 എന്നാണ്. ഇനി ഫൈ എന്ന സെറ്റ് എന്താണ് അർത്ഥം? എം ടി സെറ്റിനെയാണ് നമ്മൾ ഫൈ എന്ന് പറയുന്നത്. എം ടി സെറ്റ് എന്ന് പറയുന്നത് ഒരു എലമെന്റ്സും ഇല്ലാത്ത സെറ്റുകളെയാണ് നമ്മൾ എം ടി സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എ യൂണിയൻ ഫൈ എന്നാൽ എന്താണ്? എയിലെയും ഫൈയിലെയും എല്ലാ എലമെന്റ്സും കൂട്ടി എഴുതുന്നതിനെയാണ് എ യൂണിയൻ ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈയിൽ ഒരു എലമെന്റ്സും ഇല്ലാത്തത് കൊണ്ട് തന്നെ എ യൂണിയൻ ഫൈ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന സെറ്റ് തന്നെ ആയിരിക്കും. നാലാമതായിട്ട് ഐഡംപൊട്ടന്റ് ലോ എ യൂണിയൻ എ ഈക്വൽ ടു എ. എയും എയും രണ്ടും ഒരേ സെറ്റുകൾ തമ്മിലുള്ള യൂണിയൻ എന്ന് പറയുന്നത് അതേ സെറ്റ് തന്നെ ആയിരിക്കും. അഞ്ചാമത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് യൂണിവേഴ്സൽ സെറ്റ്. ഈ യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. യൂണിവേഴ്സൽ സെറ്റും എ എന്ന് പറയുന്ന സെറ്റും യൂണിയൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. രണ്ടാമത്തെ ഓപ്പറേഷൻ ആണ് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. The intersection of sets A and B is the set of all elements which are common to both A and B. നേരത്തെ അതേ എക്സാമ്പിൾ ആണ് എഴുതുന്നത്. A ഈക്വൽ ടു സെറ്റ് 1 2 3 4. B ഈക്വൽ ടു സെറ്റ് 4 5 6 7. എ യൂണിയൻ ബി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? എയിലെയും ബിയിലെയും മുഴുവൻ എലമെന്റ്സും എഴുതി. ഇനി എ ഇന്റർസെക്ഷൻ ബി, ഇന്റർസെക്ഷൻ എന്ന് ഇങ്ങനെയാണ് സൂചിപ്പിക്കുക. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എയിലെയും ബിയിലെയും കോമൺ ആയി കാണുന്ന എലമെന്റ്സ്. ഇവിടെ 1 എന്ന എലമെന്റ് ഇവിടെ ഉണ്ടോ? ഇല്ല. 2 ഉണ്ടോ? ഇല്ല. 3 ഉണ്ടോ? ഇല്ല. 4 എന്ന എലമെന്റ് എയിലെയും ബിയിലും ഉണ്ട്. അങ്ങനെയുള്ള എലമെന്റ്സ് ആണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എഴുതിയത്? എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും എഴുതി. 1 2 3 4 5 6 7 എല്ലാ എലമെന്റ്സും നമ്മൾ എ യൂണിയൻ ബിയിൽ എഴുതി. എ ഇന്റർസെക്ഷൻ ബിയിലോ എയിലും ബിയിലും കോമൺ ആയി വരുന്ന സംഖ്യകൾ അഥവാ എലമെന്റ്സ് മാത്രമാണ് എ ഇന്റർസെക്ഷൻ ബിയിൽ എഴുതുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന ഓപ്പറേഷനിലെ കുറച്ച് പ്രോപ്പർട്ടീസുകൾ. ഒന്നാമത്തേത് കമ്മ്യൂട്ടേറ്റീവ് ലോ. എ ഇന്റർസെക്ഷൻ ബി എന്നതും ബി ഇന്റർസെക്ഷൻ എ എന്നതും ഈക്വൽ ആണ്. അസോസിയേറ്റീവ് ലോ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സിയും എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സിയും ഈക്വൽ ആണ്. ലോ ഓഫ് ഐഡന്റിറ്റി എലമെന്റ്, അതായത് ഫൈ എന്ന എം ടി സെറ്റും എയും ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈ എന്ന സെറ്റ് ആണ് കിട്ടുന്നത്. അതായത് നമുക്കറിയാം എ എന്ന സെറ്റ് 1 2 3 4 എന്നെടുത്തു. ഫൈ എന്നത് എന്താണ്? എം ടി സെറ്റ് ആണ്, അഥവാ ഒരു എലമെന്റ്സും ഇല്ലാത്ത സെറ്റുകളെയാണ് നമ്മൾ ഫൈ എന്ന് പറയുന്നത്. ഇനി എയിലും ഫൈയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? ഫൈ ഇന്റർസെക്ഷൻ എ. ഫൈ എന്ന എം ടി സെറ്റിൽ ഒരു എലമെന്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ എയിലും ഫൈയിലും കോമൺ ആയിട്ട് ഒരു എലമെന്റും ഇല്ല. അപ്പോൾ നമുക്ക് വീണ്ടും കിട്ടുന്നത് ഒരു എം ടി സെറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഫൈ ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് ഫൈ തന്നെ ആയത്. അതുപോലെ യൂണിവേഴ്സൽ സെറ്റും എ എന്ന സെറ്റും ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അതേ സെറ്റ് തന്നെയായിരിക്കും. അടുത്തത് ഐഡംപൊട്ടന്റ് ലോ എ ഇന്റർസെക്ഷൻ എ എന്നത് എ തന്നെയായിരിക്കും. അതായത് എ എന്നൊരു സെറ്റും അതേ സെറ്റിനോട് ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സെറ്റ് തന്നെയാണ് കിട്ടുക? എ എന്ന സെറ്റ് തന്നെയാണ് കിട്ടുക.
അഞ്ചാമത്തത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സിയും എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സിയും ഈക്വൽ ആണ്. മൂന്നാമത്തെ ഓപ്പറേഷൻ ആണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ദ ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി ഇൻ ദിസ് ഓർഡർ ഇസ് ദ സെറ്റ് ഓഫ് എലമെന്റ്സ് വിച്ച് ബിലോങ്സ് ടു എ ബട്ട് നോട്ട് ബി. അതായത് എ എന്ന എലമെന്റ് എടുത്തു. എ എന്ന സെറ്റിൽ സെറ്റ് 1 2 3 4 എന്ന എലമെന്റ്സ് ആണ് ഉള്ളത്. ബി എന്ന മറ്റൊരു സെറ്റ് എടുക്കുന്നു. സെറ്റ് 4 5 6 7. ഇനി ദ ഡിഫറൻസ് ഓഫ് സെറ്റ് എ ആൻഡ് ബി, അതിനെ നമ്മൾ എങ്ങനെ എഴുതുക? എ മൈനസ് ബി. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എ എന്ന സെറ്റിൽ ഉണ്ടാവുകയും ബി എന്ന സെറ്റിൽ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന സംഖ്യകൾ അഥവാ എലമെന്റ്സ്. അതായത് എ എന്ന സെറ്റിൽ ഉണ്ടാവണം 1 2 3 4 ഇവയാണ് എ എന്ന സെറ്റിൽ ഉള്ളത്. ബി എന്ന സെറ്റിൽ ഉണ്ടാവാൻ പാടില്ല. നമുക്കറിയാം ബി എന്ന സെറ്റിൽ 4 എന്ന സംഖ്യയുണ്ട്. അപ്പോൾ 4 ഒഴിച്ച് ബാക്കി എലമെന്റ്സുകളാണ് എ മൈനസ് ബിയിൽ ഉണ്ടാവുന്നത്. അതായത് എ മൈനസ് ബി എന്ന് പറയുന്നത് സെറ്റ് 1 2 3 എ എന്ന സെറ്റിൽ ഉണ്ടാവണം, ബി എന്ന സെറ്റിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ള എലമെന്റ്സുകൾ കൂട്ടിച്ചേർത്ത് എഴുതുന്നതിനെയാണ് എ മൈനസ് ബി അഥവാ ദ ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. ഇനി ബി മൈനസ് എ ആയിരുന്നെങ്കിലോ? ബി എന്ന സെറ്റിൽ ഉണ്ടാവണം, എ എന്ന സെറ്റിൽ ഉണ്ടാവരുത്. ബി എന്ന സെറ്റിൽ ഉള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 4 5 6 7. ഇതിൽ ഏത് എലമെന്റ് ആണ് എയിലുള്ളത്? 4 എന്ന എലമെന്റ് എയിലുണ്ട്. അപ്പൊ 4 ഒഴിച്ച് ബാക്കി ഉള്ള എലമെന്റ്സ് ആണ് ബി മൈനസ് എയിൽ വരുന്നത്. 5 6 7. അതായത് ബി എന്ന സെറ്റിൽ ഉണ്ടാവണം, എ എന്ന സെറ്റിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 5 6 7. ഇങ്ങനെയാണ് എ മൈനസ് ബി അതുപോലെ ബി മൈനസ് എ എന്ന സെറ്റുകൾ കണ്ടുപിടിക്കുന്നത്. സെറ്റിലെ നാലാമത്തെ ഓപ്പറേഷൻ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ദ കോംപ്ലിമെന്റ് ഓഫ് എ ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് യു വിച്ച് ആർ നോട്ട് ദ എലമെന്റ്സ് ഓഫ് എ. കോംപ്ലിമെന്റ് ഓഫ് എ എന്ന് പറയുന്നത് യു എന്ന യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെന്റ്സും വിച്ച് ആർ നോട്ട് ദ എലമെന്റ്സ് ഓഫ് എ. എ എന്ന സെറ്റിൽ ഇല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെന്റ്സിനെയുമാണ് കോംപ്ലിമെന്റ് ഓഫ് എ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു യൂണിവേഴ്സൽ സെറ്റ് എഴുതുകയാണ്. യു ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 10. ഇനി എ എന്നൊരു സെറ്റ് എഴുതുന്നു. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4. ഇനി കോംപ്ലിമെന്റ് ഓഫ് എ എന്നത് എ ഡാഷ് എന്നുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എ ഡാഷ് എന്ന് പറയുന്നത് യു മൈനസ് എ ആണ്. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവുകയും എ എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സുകളാണ് എ ഡാഷിൽ എഴുതുന്നത്. അതായത് എല്ലാ യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെന്റ്സും, അതായത് അതിൽ ഒരു എലമെന്റ് പോലും എയിൽ ഉണ്ടാവരുത്. യൂണിവേഴ്സൽ സെറ്റിലെ ആദ്യത്തെ എലമെന്റ് 1 എ എന്ന സെറ്റിലുണ്ട്, അതുകൊണ്ട് 1 പറ്റില്ല. ഇനി 2ഉം എയിലുണ്ട്, അപ്പോൾ 2ഉം പറ്റില്ല. 3ഉം എ എന്ന സെറ്റിലുണ്ട്, അതുകൊണ്ട് 3ഉം പറ്റില്ല. 4ഉം എ എന്ന സെറ്റിലുണ്ട്. ബാക്കി ഏതൊക്കെ സംഖ്യകളാണ്? 5 6 7 8 9 10. യൂണിവേഴ്സൽ സെറ്റിൽ എയിൽ ഇല്ലാത്ത എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? 5 6 7 8 9 10. അതായത് എ ഡാഷ് എന്ന് പറയുന്നത് ഏതൊക്കെ എലമെന്റ്സ് ആണ്? 5 6 7 8 9 10. ഇവയാണ് എ ഡാഷ് എന്ന് പറയുന്നത്. ദ കോംപ്ലിമെന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവുകയും എ എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എല്ലാ എലമെന്റ്സും എ കോംപ്ലിമെന്റ് അഥവാ എ ഡാഷ് എന്ന സെറ്റിൽ എഴുതുന്നു. പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ് സെറ്റ്സ്. കോംപ്ലിമെന്റ് സെറ്റുകളുടെ ചില പ്രോപ്പർട്ടീസുകൾ. ആദ്യത്തത് കോംപ്ലിമെന്റ് ലോസ്. ഇവിടെ നമുക്ക് എയും ഉണ്ട് എ ഡാഷും ഉണ്ട്. എ യൂണിയൻ എ ഡാഷ്. എന്താണ് എ യൂണിയൻ എ ഡാഷ് എന്ന് പറഞ്ഞാൽ? എയിലെയും എ ഡാഷിലെയും എല്ലാ എലമെന്റ്സും കൂട്ടിച്ചേർത്ത് എഴുതുന്നതാണ് യൂണിയൻ എന്ന ഓപ്പറേഷന്റെ പ്രത്യേകത. അപ്പോൾ 1 2 3 4 എ എന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും എഴുതി. ഇനി എ ഡാഷ് എന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സും 5 6 7 8 9 10. അപ്പോൾ എ യൂണിയൻ എ ഡാഷ് എന്നത് 1 മുതൽ 10 വരെയുള്ള എല്ലാ സംഖ്യകളും പെട്ടു. അതായത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. അപ്പോൾ എ യൂണിയൻ എ ഡാഷ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഇനി എ ഇന്റർസെക്ഷൻ എ ഡാഷ്. എന്താണ് ഇന്റർസെക്ഷന്റെ പ്രത്യേകത? എ എന്ന സെറ്റിലും എ ഡാഷ് എന്ന സെറ്റിലും കോമൺ ആയി വരുന്ന എലമെന്റ്സ് ആണ് എ ഇന്റർസെക്ഷൻ എ ഡാഷിൽ എഴുതുക. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എയിലും എ ഡാഷിലും കോമൺ ആയിട്ട് ഒരു സംഖ്യ പോലും വന്നിട്ടില്ല. അപ്പോൾ എ ഇന്റർസെക്ഷൻ എ ഡാഷ് എന്നത് ഒരു എംപ്റ്റി സെറ്റ് ആണ്. അതായത് 5 ആണ്. ഇതാണ് കോംപ്ലിമെന്റ് ലോ. ഇനി ഡി മോർഗൻസ് ലോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലോ ആണ് ഡി മോർഗൻസ് ലോ.
എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അതുപോലെ എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. മൂന്നാമത്തെ ലോ ഓഫ് ഡബിൾ കോംപ്ലിമെന്റേഷൻ. എ ഡാഷ് ഹോൾ ഡാഷ്, അതായത് എ കോംപ്ലിമെന്റിനെ വീണ്ടും കോംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതേ സെറ്റ് തന്നെയാണ് കിട്ടുന്നത്. നാലാമത്തെ ലോസ് ഓഫ് എം ടി സെറ്റ് ആൻഡ് യൂണിവേഴ്സൽ സെറ്റ്. എം ടി സെറ്റിന്റെ കോംപ്ലിമെന്റ് യൂണിവേഴ്സൽ സെറ്റും യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എം ടി സെറ്റുമാണ്. അടുത്തതായി പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓൺ യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. n of a union b equal to n of a plus n of b minus n of a intersection b. n of എന്നതുകൊണ്ട് നമ്പർ ഓഫ് എലമെന്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ n of a യൂണിയൻ b എന്ന് പറയുന്നത് a യൂണിയൻ b എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം. n of a എന്ന് പറയുന്നത് a എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം. n of b എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? b എന്ന സെറ്റിലെ എലമെന്റ്സുകളുടെ എണ്ണം. n of a ഇന്റർസെക്ഷൻ b എന്ന് പറയുന്നത് a ഇന്റർസെക്ഷൻ b എന്ന സെറ്റിലെ n എലമെന്റ്സുകളുടെ എണ്ണം. ഇനി എ ബി സി എന്ന 3 സെറ്റുകൾ ഉണ്ടെങ്കിൽ n of a യൂണിയൻ b യൂണിയൻ c എന്നത് n of a plus n of b plus n of c minus n of a intersection b minus n of b intersection c minus n of a intersection c plus n of a intersection b intersection c എന്നാണ്. ഇനി യൂണിയൻ ആൻഡ് ഇന്റർസെക്ഷൻ ഓപ്പറേഷനുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് നോക്കാം. അതിനു മുൻപായിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. യൂണിയൻ എന്നതുകൊണ്ട് ഓർ എന്നും ഇന്റർസെക്ഷൻ എന്നതുകൊണ്ട് ആൻഡ് എന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി ചോദ്യം, ഇൻ എ സ്കൂൾ there are 20 teachers who teach mathematics or physics. Of these 12 teach mathematics and 4 teach both physics and mathematics. How many teach physics? ഇങ്ങനെയാണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വരുന്നത്. ഇതിലെ നമ്മൾ n of a യൂണിയൻ b, n of a, n of b, n of a ഇന്റർസെക്ഷൻ b ഇവയെല്ലാം കണ്ടുപിടിക്കണം. നമ്മളിവിടെ മാത്തമാറ്റിക്സും ഫിസിക്സും ആണ്. അപ്പൊ നമുക്ക് മാത്തമാറ്റിക്സിനെ ക്യാപിറ്റൽ ലെറ്റർ എം കൊണ്ടും ഫിസിക്സിനെ ക്യാപിറ്റൽ ലെറ്റർ പി കൊണ്ടും സൂചിപ്പിക്കാം. ഇനി ആദ്യം എന്താ തന്നിട്ടുള്ളത്? there are 20 teachers who teach mathematics or physics. എം ഓർ പി. എത്ര ടീച്ചേഴ്സ് ഉണ്ട്? നമ്പർ ഓഫ് എം ഓർ പി എത്രയാണ്? 20. നമ്മൾ നേരത്തെ പറഞ്ഞു ഓർ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഓപ്പറേഷൻ ആണ് ഉപയോഗിക്കുക? യൂണിയൻ. അപ്പോൾ n of m യൂണിയൻ p എന്നതാണ് 20. അടുത്തത് ഓഫ് ദീസ് 12 ടീച്ച് മാത്തമാറ്റിക്സ്, അതായത് 12 ടീച്ചേഴ്സ് മാത്തമാറ്റിക്സ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ n of m എന്ന് പറയുന്നത് എത്രയാ? 12. 4 ടീച്ച് ബോത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. ഫിസിക്സും മാത്തമാറ്റിക്സും n of മാത്തമാറ്റിക്സും അതുപോലെ തന്നെ ആൻഡ് ഫിസിക്സ് രണ്ട് പഠിപ്പിക്കുന്ന എത്ര ടീച്ചേഴ്സ് ഉണ്ട്? 4 ടീച്ചേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആൻഡ് വരുമ്പോൾ നമ്മൾ ഏത് ഓപ്പറേഷൻ ആണ് ഉപയോഗിക്കുക? n of m ഇന്റർസെക്ഷൻ p ഈക്വൽ ടു 4. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൗ മെനി ടീച്ച് ഫിസിക്സ്, അതായത് നമ്പർ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് n of m യൂണിയൻ p തന്നിട്ടുണ്ട്, n of m തന്നിട്ടുണ്ട്, n of m ഇന്റർസെക്ഷൻ p തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചൂടെ? ഇവിടെ എയും ബിയും ആണ്. ആ സ്ഥാനത്ത് നമുക്ക് എമ്മും പിയും ഉപയോഗിച്ച ഇക്വേഷൻ എഴുതാം. n of m യൂണിയൻ p ഈക്വൽ ടു n of m പ്ലസ് n of p മൈനസ് n of m ഇന്റർസെക്ഷൻ p. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. ഇനി ഇവിടെ n of m യൂണിയൻ p നമുക്ക് തന്നിട്ടുണ്ട് 20 ഈക്വൽ ടു n of m നമുക്ക് തന്നിട്ടുണ്ട് 12 പ്ലസ് n of p ആണ്, അഥവാ ഫിസിക്സ് ടീച്ചേഴ്സിന്റെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, മൈനസ് n of m ഇന്റർസെക്ഷൻ p എത്രയാ? 4. ഈ ഇക്വേഷനിൽ നിന്നും n of p കണ്ടുപിടിച്ചൂടെ? n of p നെ അവിടെ നിർത്തുന്നു, ബാക്കി 12നെയും മൈനസ് 4നെയും ഇക്വേഷന്റെ എതിർവശത്തേക്ക് കൊണ്ടുവരുന്നു. 20 പ്ലസ് 12 ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 12, മൈനസ് 4 ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് 4 ഈക്വൽ ടു n of p. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ് കിട്ടും. n of p ഈക്വൽ ടു 20ൽ നിന്ന് 12 പോയാൽ എത്രയാണ്? 8. 8ഉം 4ഉം കൂട്ടിയാൽ 12. അതായത് ഫിസിക്സ് ടീച്ചേഴ്സിന്റെ എണ്ണം എത്രയാണ്? 12. ഇങ്ങനെയാണ് യൂണിയനും ഇന്റർസെക്ഷനും ഉപയോഗിച്ച് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സെറ്റ്സ് എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്ത വീഡിയോകളിലായി 2015 മുതൽ 2025 വരെ +1 എക്സാമിന് സെറ്റ്സ് എന്ന പാഠഭാഗത്തിൽ നിന്നും ചോദിച്ച എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്